ഹായ് വെൽക്കം ടു ആർട്ട് വില്ല. അജ്മല ഹിയർ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്ലെയിൻ ടോപ്പിൽ എങ്ങനെ അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഫെസ്റ്റീവ് മൂഡുള്ള ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ഡ്രസ്സാണ്. സിമ്പിൾ ഡിസൈനാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നമ്മൾ വേറെ ഒരു ഡിസൈനും കൊടുക്കുന്നില്ല. സ്ലീവ്സിലോ ബോട്ടത്തിലോ ഒന്നും നമ്മൾ ഒരു ഡിസൈനും കൊടുക്കുന്നില്ല. ആ നെക്ക് മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയെന്ന്. അത് മതി. നിങ്ങൾ അത് ഇട്ടുകൊണ്ടൊരു പാർട്ടിക്ക് പോയാൽ നിങ്ങൾ തന്നെയായിരിക്കും സ്റ്റാർ. അപ്പോൾ നമുക്ക് ആദ്യം ഡിസൈൻ ഒന്ന് പേപ്പറിൽ വരച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ മെറ്റീരിയൽക്ക് നെക്കിൻ്റെ അളവൊക്കെ എടുത്തിട്ട് കറക്റ്റായിട്ട് ട്രേസ് ചെയ്തിട്ട് പിടിപ്പിക്കുക. അപ്പോൾ നെക്കിൻ്റെ നടുവിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. അതിനുശേഷം ഇതുപോലെ 1/2 ഇഞ്ച് വീതം വിട്ടിട്ട് ഷോൾഡറിൻ്റെ അങ്ങോട്ട് വരച്ചിട്ട് പോവുക. അതുപോലെ രണ്ട് പോർഷനിലും ചെയ്യാം. ഇപ്പോൾ ഇതാ 2 പോർഷനിലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഈ വരകളിലൊക്കെ നമ്മൾ ട്യൂബ് ബീഡ് വെക്കാനാണ് പോകുന്നത്. ഞാനിപ്പോൾ ട്യൂബ് ബീഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബീഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഷുഗർ ബീഡോ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ എൻഡിൽ നമുക്കൊരു പേളും കൂടി പിടിപ്പിച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ട്യൂബ് ബീഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്ര വലിപ്പമില്ലാത്ത ട്യൂബ് ബീഡാണ്. ഏകദേശം ഷുഗർ ബീഡിനേക്കാളും ഒത്തിരി വലിപ്പം ഉണ്ടാവും, പക്ഷേ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഷുഗർ ബീഡിനേക്കാളും ഭംഗി ട്യൂബ് ബീഡ് തന്നെയാണ്. ഞാൻ ക്ലോത്ത് ഫ്രെയിമിൽ ഉറപ്പിച്ച് വെച്ചിട്ട് ഏകദേശമൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതിൽ ഫ്രെയിം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വർക്ക് ഈസി ആയിട്ട് ചെയ്യാം. കുറച്ച് ശ്രദ്ധിച്ച് കയ്യിൽ പിടിച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് വരച്ച് കൊടുത്താൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ സാധാരണ തുന്നുന്ന നൂല്, നമ്മൾ മെഷീനൊക്കെ അടിക്കുന്ന നൂലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നീഡിൽ അത് മതിയാവില്ല. കാരണം ട്യൂബ് ബീഡിന് ഇത്തിരി ചെറുതായ കാരണം ആ സൂചിൻ്റെ ഉള്ളിൽ കൊള്ളില്ല. അപ്പോൾ ട്യൂബ് ബീഡിന് ഷുഗർ ബീഡിനൊക്കെ ആയിട്ട് ചെറിയ നീഡിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ നൂല് താഴെ നിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് അറ്റ് എ ടൈമിൽ ഒന്നെന്നുള്ള രീതിയിൽ ഇതുപോലെ കോർത്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുത്തിയെടുക്കുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ട്യൂബ് ഇട്ടതിന് ശേഷം കുത്തി ഇറക്കരുത്. കാരണം ആ ട്യൂബിന് ഇത്തിരി സൈസ് ഉണ്ടല്ലോ, ആ സൈസ് അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഇത്തിരി സ്പേസ് വിട്ടതിന് ശേഷം കുത്തി ഇറക്കുക. അല്ലെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കില്ല, അതിങ്ങനെ കുത്തനെ നിൽക്കും. അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത്തിരി ഒരു പൊട്ട് സ്പേസ് വിട്ടതിന് ശേഷം കുത്തി ഇറക്കി കൊടുക്കുക. പിന്നെ ഒന്നായിട്ട് നമുക്കിങ്ങനെ നൂല് കോർത്തിട്ട് ഈ നമ്മൾ വരച്ച ലൈന് വരെ നമുക്ക് വെച്ച് പിന്നെ അത് നൂലേറ്റ് ഒന്നുകൂടി ഉറപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. എനിക്കിങ്ങനെ ഹെവി വർക്കുള്ള ഡ്രസ്സിനേക്കാളും ഒക്കെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള, എനിക്ക് പേഴ്സണലി ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എനിക്കിഷ്ടം. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടം? എനിക്കിങ്ങനെ ഒന്നെങ്കിൽ നെക്കിൽ മാത്രം ഡിസൈനുള്ളത്, അല്ലെങ്കിൽ സ്ലീവിൽ, അല്ലെങ്കിൽ ബോർഡേഴ്സിൽ, അങ്ങനെയൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം.
അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനലിൻ്റെ താഴെ തന്നെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ ഒരു ബെല്ലൈക്കൺ വരും. ആ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മേലെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോസൊന്നും നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ നമ്മൾ 2 ബീഡ് വെച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഒരു പേളും കൂടി വെച്ചിട്ട് അത് സെക്യൂറാക്കി കൊടുത്തു. കഴിഞ്ഞു, നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ? ഇഷ്ടമായ എല്ലാവരും ചെയ്ത് നോക്കുക.